ഹായ് ഓൾ, എനിക്ക് ഈദിനിടാനുള്ള ഡ്രസ്സിനുള്ള ലേസാണിത്. അപ്പം ലേസും ഇതാണ് ക്ലോത്ത് വരുന്നത്. വെൽവെറ്റിൻ്റെ ഒരു ഡാർക്ക് ബ്ലൂവിൻ്റെ ഒരു ക്ലോത്താണ്. ഞാനപ്പോൾ കട്ടിങ് മാസ്റ്റർക്ക് കട്ട് ചെയ്യാൻ കൊടുത്തതാണ്. കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ് ഇതിൻ്റെ അന്ന് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ അത് കട്ടൊക്കെ ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്കിൽ ലേസൊക്കെ വെച്ചിട്ടുണ്ട്. ഞാനിത് സ്റ്റിച്ച് ചെയ്ത് ഇട്ടതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സാധാ സ്ലിറ്റഡ് ടോപ്പും ലൂസ് പാൻറ്റുമാണ് ഞാൻ അടിച്ചേക്കുന്നത്. നെക്കുമ്മലും സ്ലീവുമ്മലും ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാൻറ്റിൻ്റെ എൻഡിലും ലേസ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ലിറ്റും ഉണ്ട്. കറക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. പാകിസ്ഥാനി സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ സിൽവർ ജ്വല്ലറി ബോക്സാണ്. ഞാനതൊരു ബോക്സിലാക്കി വെച്ചേക്കാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള മോതിരമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കമ്മൽ ഞാൻ മുംബൈയിൽ നിന്ന് വാങ്ങിച്ച കമ്മലാണ്. ഇതിന് ദുപ്പട്ട അന്വേഷിച്ച് നടന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വൈറ്റ് ഞാനിത് ഡൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ച ഫാബ്രിക്കാണ്. മിലനിന്ന് ഒരു 2.5 മീറ്റർ കട്ട് ചെയ്തെടുത്തതാണ്. 100 സംതിങ് എങ്ങാണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത്. പക്ഷേ എനിക്കിത് ഡൈ ചെയ്തെടുക്കാനുള്ള ടൈം കിട്ടിയില്ല. എൻഡിലാണ് ഞാൻ അവസാനമാണ് ഇത് ചുരിദാറൊന്ന് ഷോപ്പിൽ കൊടുത്ത് അടുപ്പിച്ചതും. നമ്മുടെ ഷോപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്താണ്. ഒന്നാമത് തിരക്കായിരുന്നു ഷോപ്പിൽ. അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ കട്ടിങ് മാസ്റ്ററോട് പറഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഇതിന് ഡ്രസ്സ് ഇടണമെന്ന് പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. മുകളിൽ റൂമായിരുന്നുകൊണ്ട് വേർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാണ് കൈ നെക്കൊക്കെ വരുന്നത്. ഇനി എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. ഫാമിലി ആയിട്ട് ബ്രദർ, വൈഫ്, പിള്ളേർ, ഉമ്മ, വാപ്പ എല്ലാവരും ഉണ്ടായിരുന്നു. ബീഫ് ബിരിയാണി ആയിരുന്നു ഇന്ന്. ബീഫ് ബിരിയാണി, പുളിങ്കറി, ചിക്കൻ ഫ്രൈ, പിന്നെ ഇതെന്താ പറയുക, കച്ചമ്പർ, പെപ്സി എല്ലാവരും ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ കുറേ നേരം കിടന്നുറങ്ങിയിട്ട് റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ഇവാനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മാനും ഉണ്ട്. ആൾ ഭയങ്കര കളിയിലാണ് ഇരുന്നിട്ട്. എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ. അവൻ്റെ ചിരി കാണാൻ നല്ല രസമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആൾക്ക് കുറുക്ക് കൊടുക്കാൻ വേണ്ടി നാത്തും വന്നു. ആൾക്കിങ്ങനെ കുറുക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ സൈക്ലിങ്ങിനൊക്കെ പോയി സൈക്കിൾ ഓട്ടി വന്ന് അവശതയായി വിയർത്തു. എൻ്റെ ബോഡി ഇപ്പോൾ സൈക്ലിങ് ചെയ്യുന്നത് കൊണ്ട് ബോഡി കറക്റ്റ് ഫിറ്റാണ്. ആദ്യത്തെ പോലെയല്ല. ഗ്ലോ ഒക്കെ കണ്ടില്ല. സ്കിൻ കെയർ ചെയ്യേണ്ട ഗ്ലോ ആണ്. പിന്നെ അത് കഴിഞ്ഞ് ഇവാനെ ഞാൻ എടുത്തുകൊണ്ട് നടന്ന് ഉറക്കിപ്പിച്ചു. അവൻ നല്ല ഉറക്കത്തിലായി. അവനെ കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞ് രാത്രി ഞാൻ ABC ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെ ABC ജ്യൂസ് കുടിച്ചതിന് ശേഷം സ്കിൻ കെയർ ചെയ്ത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ്.